നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എടി, രാധികയുടെ വിവാഹത്തിന് മുമ്പ് ആ ക്ഷേത്ര നടയിൽ ഞാൻ ഉണ്ടായിരിക്കും. എന്റെ പുറകെ വന്നു പോരുത്. തടസ്സം നിന്നോണ്ടല്ലോ ഒന്നെറിയും ഞാൻ. ഹലോ ചേച്ചി, ചേച്ചിയുടെ വിവാഹം മുൻപിൽ നിന്ന് നടത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാ, ഞങ്ങൾ ഇത്രയും ദൂരത്തായി പോയില്ലേ. അതെ, ഞങ്ങളെല്ലാരും മനസ്സുകൊണ്ട് അവിടെയുണ്ട്. ഇത്രയും പെട്ടെന്നൊരു തീരുമാനം എടുത്തതുകൊണ്ട് പറ്റിപ്പോയതാ. വിവാഹം കഴിക്കാൻ പോകുന്ന ആളെ എല്ലാവർക്കും അറിയാലോ. ഞാനും ചിലരോടൊക്കെ അന്വേഷിച്ചു. ജീവയെക്കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാ. ചേച്ചിന്റെ ഭാഗ്യമാ. ഞാൻ പ്രാർത്ഥിക്കാട്ടോ. ഞാൻ അച്ഛന് ഫോൺ കൊടുക്കാം. അമ്മോളെ, നിങ്ങൾ വൈകുന്ന സ്ഥിതിക്ക് നേരെ വീട്ടിലേക്ക് വന്നാ മതി. എന്നിട്ട് നമുക്ക് ചേച്ചിയുടെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോവാം. ശരി അച്ഛാ. ചേച്ചിയുടെ വിവാഹം ഞാൻ ഇവിടെ ഇരുന്ന് മനസ്സുകൊണ്ട് കണ്ടോളാം. എന്നാ ശരി. ശരി. അല്ല, വീട്ടിലെന്താ വിശേഷം? അതിപ്പോ വരുൺ അറിയണ്ട. ഇവിടെ ആർക്കാ ചികിത്സ നടക്കുന്നത്? എന്തുകൊണ്ടാ രാധയുടെ വിവാഹത്തിന് എത്താൻ പറ്റില്ലെന്ന് താൻ അവരോട് പറഞ്ഞു? അത് എന്റെ വീട്ടിൽ നടക്കുന്ന ചടങ്ങാ. സോ വാട്ട്? രാധികയുടെ വിവാഹ കാര്യം ഞാൻ അറിയണ്ടേ? എന്തിന്? നിങ്ങൾ ആരാ രാധികയുടെ? വിവാഹത്തിന്റെ കാര്യം എല്ലാരോടും പറയണമെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ ബോധപൂർവം പറയാത്തതാ. ചേച്ചിയുടെ വിവാഹം ക്ഷേത്രത്തിൽ വെച്ച് നടക്കും. വരന്റെ പേര് ജീവ. സിനിമാ താരോ. ഇത്രയും വലിയൊരു ചതി ചെയ്യാൻ നിനക്ക് എങ്ങനെ അടി പറ്റിയത്? സ്വന്തം കുടുംബത്തിനെ, എന്റെ കുടുംബത്തിനെ ചതിക്കാനായിട്ട് നിനക്ക് ഒരു മടിയും തോന്നിയില്ലല്ലേ? എനിക്ക് വലുതേ എന്റെ കാര്യങ്ങളാ. വേറെ ആർക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് ഒന്നുമില്ല. ഞാൻ അവിടെ എത്താതിരിക്കാൻ വേണ്ടിയല്ലടി നീ കാണിച്ചു കൂട്ടിയതൊക്കെ. പക്ഷേ നീ നോക്കിക്കോ, മുഹൂർത്തത്തിന് മുമ്പ് ഞാൻ അവിടെ എത്തിയിരിക്കും. എടി, രാധികയുടെ വിവാഹത്തിന് മുമ്പ് ആ ക്ഷേത്ര നടയിൽ ഞാൻ ഉണ്ടായിരിക്കും. എന്റെ പുറകെ വന്നു പോരുത്. തടസ്സം നിന്നോണ്ടല്ലോ ഒന്നെറിയും ഞാൻ. பக்ஷி சாஸ்திரம் பிழைக்காதம்மா. அந்த கிருஷ்ணன் உங்க பின்னாடி இருக்கு.
உங்க மனசு இருக்க கிருஷ்ணனும் இதுதானே? ഞാൻ നിന്നെ ജീവന തുല്യം സ്നേഹിച്ചതാ. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എന്റെ സ്വപ്നങ്ങൾ, എന്റെ പ്രതീക്ഷകള്, ഇതെല്ലാം നീയാ. നീ മാത്രം. എടോ, തനിക്ക് വേറൊരു പയ്യനെ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അച്ഛൻ എന്നെ വിളിച്ചിരുന്നു. താൻ സമ്മതിച്ചിട്ടാണോ അതൊക്കെ? അച്ഛനെടുക്കുന്ന ഒരു തീരുമാനവും ഞാൻ എതിർക്കാറില്ല. ഈ നടയിൽ വെച്ച് എന്നോട് വാക്ക് പറ. എന്നെ ഇനി അന്വേഷിക്കില്ല എന്നും സംസാരിക്കാൻ ശ്രമിക്കില്ല എന്ന് എന്നോട് വാക്ക് പറ. പറ്റില്ല. ഈ ഭഗവാന്റെ അനുഗ്രഹമുള്ള കുട്ടിയതാ. തനിക്കൊരു വിവാഹം നടന്നിട്ടുണ്ടെങ്കിൽ, തന്റെ കഴുത്തിൽ ഒരു താലി വീണിട്ടുണ്ടെങ്കിൽ അത് ഈ ഭഗവാൻ അറിഞ്ഞു തന്നെയാണ്. രാധികയുടെ വിവാഹകാര്യം ഞാൻ അറിയണ്ടേ? എന്തിന്? നിങ്ങൾ ആരാ രാധികയുടെ? ചേച്ചിയുടെ വിവാഹം ക്ഷേത്രത്തിൽ വെച്ച് നടക്കും. വരന്റെ പേര് ജീവ. എന്താ നീ പറയുന്നേ? നിന്റെ വീട്ടിൽ ഇത്രയും വലിയൊരു ചടങ്ങ് നടക്കുമ്പോ ഞങ്ങൾ ആരും ഇത് അറിയണ്ടേ? എന്താ നീ അത് പറയാതിരുന്നേ? നീയായിട്ട് മറച്ചു വെച്ചതാണോ അതോ ഞങ്ങൾ അറിയണ്ടെന്ന് അച്ഛൻ പറഞ്ഞോ? എല്ലാവരെയും അറിയിക്കാൻ തന്നെ അച്ഛൻ പറഞ്ഞത്. എന്നിട്ടെന്തിനാ നീ ഈ ധിക്കാരം കാണിച്ചത്? അപ്പോ ഞങ്ങൾക്ക് എന്ത് വിലയാ നീ കൽപ്പിച്ചിട്ടുള്ളത്? കണിമംഗലം കുടുംബം അത്ര നിസ്സാരമായിട്ടാണോ നിനക്ക് തോന്നിയത്? അല്ല, കൽപ്പന എന്താ ഇതിലൊന്നും പറയാത്തത്? ഓ, എനിക്കൊന്നും പറയാൻ തോന്നുന്നില്ല. കുറച്ചു മുമ്പ് വരെ ഇവിടെ എല്ലാരും കൊട്ടി ഘോഷിക്കായിരുന്നല്ലോ. ഓ, വരുണും പ്രിയങ്ക ഒന്നാണ്, മെയ്യും മനസ്സും ഒക്കെ ഒന്നായി കഴിഞ്ഞു എന്നൊക്കെ. എന്നിട്ടെന്താ വരുണിനോട് പോലും ഇവിടുത്തെ പറയാതിരുന്നേ? അതിന്റെ അർത്ഥം ഒന്നേ ഉള്ളൂ, ഇവളെ നമ്മുടെ മുമ്പിൽ കാണിച്ചു കൂട്ടുന്ന എല്ലാം കള്ളത്തരോ. ഇങ്ങനെ ഒരു കാര്യം തിരിച്ചറിഞ്ഞിട്ടെങ്കിലും ബോധം ഉണ്ടാകില്ലേ നിങ്ങൾക്ക്? പ്രിയങ്ക, നീ ചെയ്തത് വളരെ വലിയ തെറ്റാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.